ഹായ് ചെങ്ങൈമാരെ, ദേശീയപാത 66-ൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളാഞ്ചേരി മുക്കിലപീടിക മുതൽ വളാഞ്ചേരി ചോലവളവ് വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ചെങ്ങൈമാരെ, നമ്മളെ വളാഞ്ചേരി മുക്കിലപീടിക ഭാഗത്ത് വരുന്ന ഓവർപാസിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള പണികളാണ് അവർ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്പിപ്പണിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുക്കിലപീടിക ഭാഗത്ത് ആദ്യം കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗമാണ് ഇട്ടത്. 3 വരിപ്പാതയുടെ വീതിയിൽ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഓവർപാസിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 3 വരിപ്പാതയുടെ മുകളിലാണിപ്പോൾ സ്ലാബിന് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള കമ്പി പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കഴിഞ്ഞ സ്ലാബ്. ഇവിടെ 3 വരിപ്പാതയുടെ വീതിയിൽ സ്ലാബിൻ്റെ പണി കഴിഞ്ഞിട്ട് മാസങ്ങളോളം ആയിരിക്കണം, ഏകദേശം 4 മാസത്തോളമായിട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സൈഡിൽ വാളുകൾ നിർമ്മിച്ചിട്ടുള്ളത് കോൺക്രീറ്റ് ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ സോയിലിംഗ് ചെയ്ത ഭാഗത്ത് ചെറിയ ഇടിച്ചിലുകൾ വന്നിട്ടുണ്ട്, മണ്ണിടിച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വീണ്ടും തുളച്ച് ഹോൾസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഗ്രൗട്ട് സ്പ്രേ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വളാഞ്ചേരി മുക്കിലപീടിക ഭാഗത്ത് കോൺക്രീറ്റിനുള്ള പണികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പാണ്ടികശാല വരെ 6 വരിപ്പാതയുടെ പണി ഏകദേശമൊക്കെ തീർന്നതാണ് കേട്ടോ. തീർന്ന ഭാഗങ്ങളാണ്. ഇവിടെ ആകെ പച്ച കളറാലോ. ഇവിടെ മലപ്പുറം ജില്ലയിലെ 2 റീച്ചിലും KNRCയിൽ ഉപയോഗിക്കുന്നത് പച്ച പെയിൻ്റ് അടിച്ച കമ്പിയാട്ടോ. എല്ലാ വർക്കിനും ഉപയോഗിക്കുന്നത് പച്ച പെയിൻ്റ് അടിച്ച കമ്പിയാണ്. അപ്പോൾ നമ്മളെ മുക്കിലപീടിക ഭാഗത്ത് ഇതാ ഇവിടെ ഈ കുറച്ച് ഭാഗത്തുള്ളൂ കേട്ടോ ടാറിങ് നടക്കാത്തത്. ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് പാണ്ടികശാല വരെ ഏകദേശം 6 വരിപ്പാതയുടെ പണികളൊക്കെ തീർന്ന ഭാഗങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ. ഫൈനൽ ടാറിങ് മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി. അപ്പോൾ നമ്മൾ നേരെ പാണ്ടികശാല ഭാഗത്തേക്കൊന്നാണ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പാണ്ടികശാല അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാണ്ടികശാല അണ്ടർപാസിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് മാസങ്ങളോളം അയക്കണം കേട്ടോ. പിന്നീട് ഇവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ടാറിങ് വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും വാളുകൾ കെട്ടിപ്പൊക്കുന്ന പണികൾ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം അണ്ടർപാസിൻ്റെ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വാളുകൾ കെട്ടിപ്പൊക്കുന്നതിനനുസരിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരികയാണ്. സ്റ്റെപ്പായിട്ടാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും സർവീസ് റോഡ് ഓപ്പൺ ആണ് കേട്ടോ. ഈ സൈഡിൽ KNRCയിൽ പുതുതായി നിർമ്മിച്ച സർവീസ് റോഡാണ് ഈ കാണുന്നത്. ആ ബസ് നിൽക്കുന്ന ഭാഗം വരെ അവിടുന്ന് അങ്ങോട്ട് നിലവിലെ ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം, ആ വളവ് നിവർത്തിയിട്ട് നമ്മളെ സർവീസ് റോഡ് നേരെ കൊണ്ട് പോകും കേട്ടോ. KNRCയിലെ തൊഴിലാളികളാണ് ആ പോണത് കേട്ടോ. അപ്പോൾ നമ്മളെ സർവീസ് റോഡ് നേരെ അങ്ങോട്ട് നിവർത്തി പോവും. ഇവിടുന്ന് നമ്മൾ നേരെ മുകളിലോട്ട് കയറിയാണ് കേട്ടോ. ആ കാണാനാണ് പാണ്ടികശാല അണ്ടർപാസ്. നമ്മൾ നേരത്തെ നിന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഭാഗമാണിത്. ഇവിടെ ഒരു ഉയർന്ന സ്ഥലമായിരുന്നു കേട്ടോ. 10-15 അടി ഉയരമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നൊരു ഭാഗമാണ്. ഇവിടെയാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ചീറിപ്പായുന്നത്. ഇത് പുതുതായിട്ട് KNRCയിൽ നിർമ്മിച്ച സർവീസ് റോഡാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മണ്ണും കല്ലും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ മറ്റുള്ള ഭാഗങ്ങളിലേക്ക്. അപ്പോൾ നമ്മളെ പാണ്ടികശാല അണ്ടർപാസിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്താൽ പിന്നെ ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള വർക്കില്ല. ഇവിടെയൊക്കെ ഏകദേശം ലെവലാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു വീട് ഉണ്ടില്ലേ, ആ വീടൊക്കെ പൊളിക്കാനുള്ളതാണ് കേട്ടോ. അതിലൂടെയാണ് സർവീസ് റോഡ് പോവുക. ഇപ്പോൾ നിലവിലെ ഹൈവേ ആണ് ഇപ്പോൾ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഏകദേശം 6 വരിപ്പാതയുടെ വീതിയിൽ ഇങ്ങനെ ലെവലാക്കി ഇട്ടിട്ടുണ്ട്. ഒരു അടിപൊളി ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഒരുപാട് വീടുകളൊക്കെ പൊളിച്ച ഭാഗമാണ്. അപ്പോൾ ഒരു അടിപൊളി ബിൽഡിംഗ് വന്നിട്ടുണ്ട് അതിൻ്റെ പകരം.
അപ്പോൾ അതാ നമ്മളെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായാണ് കേട്ടോ. ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ ഡിവൈഡർ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ചില ഭാഗങ്ങൾ അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ചോലവളവ് ഭാഗത്താണ് കേട്ടോ. ചോലവളവ് ഭാഗത്ത് കണ്ടില്ലേ, 3 വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ട് മാസങ്ങളോളം ഇരിക്കുന്നു കേട്ടോ. ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം 3 വരിപ്പാതയുടെ വീതിയിൽ മണ്ണിട്ട് ലെവലാക്കി എന്നല്ലാതെ ബാക്കിയുള്ള ഒരു പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും 3 വരിപ്പാതയുടെ മുകളിലൂടെയും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 സൈഡിലും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കും സർവീസ് റോഡ് ഉണ്ട്. തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും 2 സൈഡിലേക്കും സർവീസ് റോഡ് ഉണ്ട്. പിന്നെ സെൻറ്ററിൽ കൂടെ 3 വരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചോലവളവ് ഭാഗത്ത് നിലവിലെ ഹൈവേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം ആളുകൾക്കൊക്കെ അറിയാലോ. അത്യാവശ്യം നല്ല കയറ്റമുള്ളൊരു ഭാഗമായിരുന്നു കേട്ടോ. ഇവിടെ പാണ്ടികശാല കഴിഞ്ഞാൽ പിന്നെ പെരുമ്പറമ്പ് വരെ അത്യാവശ്യം നല്ലൊരു കയറ്റായിരുന്നു. ആ കയറ്റപ്പോൾ ഇവിടെ കുറച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ പെരുമ്പറമ്പ് ഭാഗത്തു നിന്ന് പാണ്ടികശാല വരെ ചെറിയൊരു സ്ലോപ്പിലാട്ടോ 6 വരിപ്പാത കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ നിലവിലെ ഹൈവേ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ സർവീസ് റോഡായി ഉപയോഗിക്കുകയാണ്. നമ്മളെ ചോലവളവ് ഭാഗത്ത് കിടുക്കാച്ചി ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പുള്ളൊരു ബിൽഡിംഗാണ്. ഇപ്പോൾ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് ഇട്ടത്. സർവീസ് റോഡ് ഇതുവരെ പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നിലവിലെ ഹൈവേ ആണ്. അത് താൽക്കാലികം സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ സർവീസ് റോഡ് ശരിക്ക് പോകേണ്ടതാ ഇതേനെ ഇങ്ങനെ പോകും കേട്ടോ. നമ്മളെ സർവീസ് റോഡ് ഇപ്പോൾ ഇവിടെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. ആ സൈഡിൽ KSRTC പോകുന്ന റോഡ് കണ്ടെങ്കിൽ അതാണ് നമ്മളെ പഴയ ഹൈവേ കേട്ടോ. അതിപ്പോൾ സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുന്നേ KNRCL ഒന്ന് താത്തിയിട്ടുണ്ട്. ഏകദേശം ഉയരം കുറച്ചതിന് ശേഷമാണ് അത് സർവീസ് റോഡാക്കി മാറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കേരളത്തിലെ പല ഭാഗങ്ങളിലും 6 വരിപ്പാതയുടെ പണികൾ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.